കേരളത്തിൻ്റെ അവസാനം നിയാസ് പറഞ്ഞു വെച്ചത് ഭരണഘടനാ സ്ഥാപനങ്ങളെ എസ്പെഷ്യലി ഇലക്ഷൻ കമ്മീഷനെ പൊളിറ്റിസൈസ് ചെയ്തു. അതിലാണ് ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത് ആ ആരോപണത്തിൽ. അതിനകത്ത് അവർക്കൊരു ആരോപണം പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് കൂടെ തന്നെ ആ പ്രൊസീജിയർ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആ വ്യവസ്ഥയുടെ കൂടെ നിൽക്കണം എന്നാണ് നമ്മുടെ BJPയുടെ പോയിന്റ്. ഞാൻ എന്തും പറയും, ഞാൻ ഷൂട്ട് ആൻഡ് സ്കൂട്ട്, അതായത് ഞാൻ പറയും എന്നിട്ട് എനിക്ക് പിന്നെ അതിന്റെ യാതൊരു അവകാശം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് ശരിയായ രീതിയല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന് കോടതി കയറി മാപ്പൊക്കെ പറയേണ്ടി വരുന്നത്. അതായത് നമ്മുടെ ഇവിടെ ഒരു നീതിയുണ്ട്, ആ ലോ ഉണ്ട്, ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ആ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്ന രീതി അനുസരിച്ച് എല്ലാവർക്കും പോകാൻ സാധിക്കും. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇനി അദ്ദേഹം പറഞ്ഞു പൊളിറ്റിസൈസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഇതാണ്, 2014 മുൻപ് ഗവൺമെന്റ് തീരുമാനിക്കുമായിരുന്ന ഇലക്ഷൻ കമ്മീഷണർ ആരാണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അവിടെ ഒരൊറ്റ രീതിയിലും പ്രതിപക്ഷ നേതാവ് ആരുമില്ലായിരുന്നു, ചീഫ് ജസ്റ്റിസ് ആരുമില്ലായിരുന്നു. എന്താണ് നടന്നത്? സുപ്രീം കോടതിയാണ് 2022 ഓർഡർ ഇട്ടത്. അതായത് ഒരു സെലക്ഷൻ കമ്മിറ്റി വേണം, ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷനും വേണം. അത് ഗവൺമെന്റ് അംഗീകരിച്ചു. ഗവൺമെന്റ് അംഗീകരിച്ചിട്ട് അതിനകത്ത് ചോദ്യം വന്നു, യെസ് ചീഫ് ജസ്റ്റിസ് വേണോ വേണ്ടേന്ന്. അതിനകത്ത് എന്താണ് ആ സമയത്ത് നടന്ന ഒരു ഡിബേറ്റ്? ജുഡീഷ്യൽ ഓവർ റീച്ച് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള പല കാര്യത്തിലും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അതൊരു സെപ്പറേറ്റ് ഡിബേറ്റ് ആയിട്ടാണ്. പക്ഷെ ഇന്നെന്താണ്, പണ്ട് കാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവും അതിന്റെ ഒരു ഭാഗമാണ്. അതാണ് മാറ്റം. അപ്പൊ ഇന്നിപ്പം പ്രതിപക്ഷ നേതാവ് എക്കാലത്തും പ്രതിപക്ഷ നേതാവ് ഇരിക്കണമെന്നൊന്നും ഞാൻ അങ്ങനൊന്നും പറയത്തില്ല. അതായത് എനിക്ക് അതൊക്കെ അവരുടെ പ്രവൃത്തി അനുസരിച്ചായിരിക്കും ആളുകളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ മാറി മാറി വരുന്ന ഭരണകർത്താക്കളും മാറി മാറി വരുന്ന പ്രതിപക്ഷ നേതാക്കളും അതിന്റെ ഭാഗമാണ്. മുൻപ് അങ്ങനെ ഇല്ലായിരുന്നു. അതാണ് എന്റെ പോയിന്റ്. ഇനി എന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇതിനകത്ത് ഒപ്പിടാത്തതെന്ന് അല്ലെങ്കിൽ അഫിഡവിറ്റിൽ കൊടുക്കാത്തതിന്റെ ഒരു കാരണം ഞാൻ പറയാം. അദ്ദേഹം ഇന്നലെ കുറച്ച് ഫേക്ക് വോട്ടേഴ്സിന്റെ പേര് സഹിതം ഫോട്ടോ സഹിതം പറഞ്ഞിരുന്നു. ഇന്ന് പുറത്തു വന്ന അതിനകത്ത് റിപ്പോർട്ട്സ് എന്താണ്? 3 പേര്, ഓം പ്രകാശ് ഭാഗ്രി, സരസ്വതി ദേവി ഭാഗ്രി, മാല ഭാഗ്രി എന്നുള്ളത് അവർ താമസിക്കുന്നത് പന്തൂർ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ കടുബസനാലി ഹല്ലി എന്നുള്ള സ്ഥലത്താണ്. അവരുടെ ഫോട്ടോയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അവരെല്ലാവരും ഒറിജിനൽ വോട്ടേഴ്സ് തന്നെ ആണെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇനീഷ്യൽ വെരിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആദിത്യ ശ്രീവാസ്തവ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞു. അദ്ദേഹത്തിന് UP വോട്ടുണ്ട്, അദ്ദേഹം അവിടെ പോയി വോട്ട് ചെയ്യുന്നു, അദ്ദേഹം ബോംബെയിൽ വോട്ട് ചെയ്യുന്നു, അദ്ദേഹം ബാംഗ്ലൂരിൽ വോട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് മീഡിയ കോൺടാക്ട് ചെയ്തു. അപ്പൊ അദ്ദേഹം ജനിച്ചു വളർന്നത് UP ജോലിക്ക് വേണ്ടി അദ്ദേഹം ബോംബെയിൽ വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു, അവരവിടെ പിന്നെ പോകാറില്ല. അവിടുന്ന് പിന്നെ അദ്ദേഹം ഇപ്പൊ ബാംഗ്ലൂരിൽ വന്നു. അതാണ്, അപ്പം ബാംഗ്ലൂർ തന്നെയാണ് സെറ്റിൽഡ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു കേസുകൾ ഇങ്ങനെ പറയുമ്പം അതിനകത്ത് ഫാക്ട്സ് വെച്ചല്ല നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ, നിങ്ങൾ ആ അഫിഡവിറ്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പണിഷബിൾ ആണ്. അതായത് നിങ്ങൾക്ക് തെറ്റായ വിവരം നൽകുന്നതിന് സെക്ഷൻ 227 BNS റൂൾ വെച്ച് സെക്ഷൻ 227 പ്രകാരം നടപടിയെടുക്കാം. അതുപോലെ തന്നെ സെക്ഷൻ 31 ഓഫ് RP Act 1960 പ്രകാരം തെറ്റായ എവിഡൻസ് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് നിയമ നടപടിയെടുക്കാം. ശ്രീ രാഹുൽ ഗാന്ധിക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സീറ്റ് തന്നെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് അദ്ദേഹം സൈൻ ചെയ്യാത്തത്. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഒരിക്കലും അദ്ദേഹം സൈൻ ചെയ്യാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഈ ഇവരുടെ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും അദ്ദേഹം വിശ്വസിക്കുന്നുമില്ല അല്ലേ? അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ അഫിഡവിറ്റ് കൊടുക്കൂലായിരുന്നോ? അതെ, അതാണ് ഞാൻ പറയുന്നത്. ആ രീതി ഇവന്റെ എയിം എന്താണ് ശ്രീ അനിൽ? ഇത് ഒരു റിഫോം കൊണ്ടുവരാനാണോ അതോ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടറിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് അവർക്ക് നിങ്ങളെ കൂടെ നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? കൺഫ്യൂസ് ചെയ്യുക. നമ്മൾ പണ്ട് ഇംഗ്ലീഷിൽ ചൊല്ലുണ്ടല്ലോ, ഇഫ് യു കാൻ കൺവിൻസ് കൺഫ്യൂസ്. അപ്പൊ ഇപ്പൊ ആളുകളുടെ മനസ്സിനകത്ത് സംശയം കൊണ്ടുവരിക. സംശയം, അതായത് ഇപ്പം എന്ത് പറ്റും? ഇപ്പം BJP ജയിക്കുകയാണെങ്കിൽ പറയും, നോക്കൂ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഇലക്ഷൻ കമ്മീഷൻ കോംപ്രമൈസ് ആണ്, അവർ ജയിക്കും. ഇനി കോൺഗ്രസ് ആണ് ജയിക്കാൻ പോകുന്നത്, പല സ്ഥലത്തും അവർ ഇനിയും ജയിക്കും. അങ്ങനെ ജയിക്കും എന്ന് പറയും, നോക്കൂ ഞങ്ങൾ അന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടപടി എടുക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്. അപ്പം ഹെഡ്സ് ഐ വിൻ ടെയിൽസ് യു ലൂസ് എന്ന് പറയുന്നത് എന്ത് വന്നാലും അത് കുഴപ്പമാണ്. പക്ഷെ ഞങ്ങൾ അത് ചെയ്യുന്നുള്ള രീതിയിലേക്ക് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് ഇത് കാണിക്കുന്നത്. ഇത് നമ്മുടെ ജനാധിപത്യക്ക് നല്ലതല്ല. കാരണം വിശ്വാസമാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിന് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇത്രയും നാള് ഭരിച്ച ഒരു പാർട്ടിയാണ്, ഏറ്റവും കൂടുതൽ നാള് പ്രതിപക്ഷത്തിൽ ഇരുന്ന ജനസംഘ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ന് ഇവിടെ ഭരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭരിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ലെഗസി ഉണ്ട്. ആ ലെഗസിയെയും ക്രെഡിബിലിറ്റിയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതുപോലത്തെ ഒരു ഫാക്ട്സും ഫിഗേഴ്സും ഇല്ലാതെ വെറുതെ ഒരു പുകമറ സൃഷ്ടിച്ചാൽ അത് നമ്മുടെ ജനാധിപത്യക്ക് നല്ലതല്ല. എന്താണെന്നുള്ളത് ലാസ്റ്റ് ഒരു കാര്യം കൂടെ അനിൽ പറയണത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത്
നോക്കൂ, നമ്മളെ തൊട്ട അയൽ രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നത്, ശ്രീലങ്കയിൽ എന്താണ് നടന്നത്, ബംഗ്ലാദേശിൽ എന്താണ് നടന്നത്. ഇതേപോലുള്ള ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്താണ് ആളുകളുടെ മനസ്സിനകത്ത് ഒരു സംശയം ക്രിയേറ്റ് ചെയ്ത് തെരുവിലേക്ക് ഇറക്കുക എന്നാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത് യുവാക്കളുടെ അധികാരമാണ് മാറ്റുന്നത്, ഇത് ദളിത് മൈനോറിറ്റീസിൻ്റെതാണ്. അപ്പൊ തെറ്റായ ഒരു സന്ദേശം ഈ മനസ്സുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം ബീഹാറിൽ പറയാണ് ഞങ്ങൾ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണം. പക്ഷേ എന്റെ ബിലീഫ്, നമ്മുടെ ജനാധിപത്യം വളരെ സ്ട്രോങ് ആണ്. ഇവിടുത്തെ ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ആരാണ് എന്താണ് പറയുന്നത്. ഒച്ച വെച്ചതുണ്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് സംസാരിച്ചുണ്ടോ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് അവര് നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും വീണ്ടും ഇലക്ഷനിൽ ജയിക്കുന്നത്. പ്രവൃത്തി കൊണ്ടാണ്, അതല്ലാതെ പ്രൊപ്പഗാൻഡ കൊണ്ടല്ല അവർ വരുന്നത്.